യുദ്ധ സാഹചര്യവും സൈനിക നടപടിയും ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് മറന്ന മട്ടായിരുന്നു. ഇതിനിടയിൽ സംഭവിച്ച ഒരു വലിയൊരു വാർത്ത അല്ലെങ്കിൽ വലിയൊരു നീക്കം അതായിരുന്നു KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് നിയമിതനായത്. ആ സമയത്ത് ആദ്യം ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ന്യൂസ് മലയാളം തന്നെയാണ്. ഈ കലുഷ സാഹചര്യത്തിനിടയിലും കാരണം വലിയൊരു മാറ്റമായിരുന്നല്ലോ. ഒത്തിരി നാള് ഈ കെ സുധാകരൻ മാറുമോ, കെ സുധാകരനെ മാറ്റുമോ തുടങ്ങിയ ചർച്ചകളൊക്കെ നിലനിൽക്കുന്നു. കെ സുധാകരൻ ഡൽഹിയിൽ പോകുന്നു. തിരിച്ച് കേരളത്തിൽ വന്ന കെ സുധാകരൻ ഡൽഹിയിൽ സ്വീകരിച്ച നിലപാടല്ല കേരളത്തിൽ സ്വീകരിച്ചത്. അങ്ങനെ മൊത്തം അടിയും ബഹളവും പുകയൊക്കെ ആയിരുന്നല്ലോ. അതിനൊക്കെ ശേഷം പെട്ടെന്നൊരു പ്രഖ്യാപനം വരികയാണ് സണ്ണി ജോസഫ് പുതിയ KPCC അധ്യക്ഷനായി എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് തന്നെ ന്യൂസ് മലയാളം ആ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പം ഞാനിത് പറയാനുള്ള കാരണം ഈ സണ്ണി ജോസഫ് നാളെയാണ് KPCC അധ്യക്ഷനായി ചുമതല ഏറ്റെടുക്കുക. ഇന്ദിരാഭവനിൽ രാവിലെ 9:30 കെ സുധാകരൻ ചുമതല കൈമാറും. തൊട്ട് മുൻപേ തൃശ്ശൂരിലെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിലെത്തി സണ്ണി ജോസഫ് പുഷ്പാർച്ചനയൊക്കെ നടത്തിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നതും. വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം എത്തിയത്. ലെവിൻ K വിജയനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലെവിനെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ സണ്ണി ജോസഫ് നാളെ അധ്യക്ഷനായി ചുമതല ഏൽക്കുകയാണ്. ഒപ്പം മറ്റ് ഭാരവാഹികളും. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ചർച്ചകൾ, കാര്യങ്ങളൊക്കെ? ഗുഡ് മോർണിംഗ്. ഏറെ നാളത്തെ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം സണ്ണി ജോസഫ് പുതിയ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം നാളെ ചുമതലയേൽക്കാൻ ഇരിക്കെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും ലീഡർ ആയിരുന്ന കേരളത്തിൽ കോൺഗ്രസിന്റെ അവസാന വാക്കുമായിരുന്ന ലീഡർ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം എത്തിയത്. കണ്ണൂരിൽ നിന്നുള്ള തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടെയാണ് തൃശ്ശൂരിൽ ഇറങ്ങി മുരളി മന്ദിരത്തിലെത്തി സ്മൃതി മണ്ഡപത്തിൽ സഹപ്രവർത്തകർക്കൊപ്പം അദ്ദേഹം മുരളി മന്ദിരത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയതും കരുണാകരന്റെ സ്മരണകൾ അയവിറക്കിയതും. പൊതുപ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് വലിയ കൂട്ടായി നിന്ന ആളാണ്, അല്ലെങ്കിൽ തണലായി നിന്ന ആളാണ് K കരുണാകരൻ എന്ന് സണ്ണി ജോസഫ് ഓർത്തെടുക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ സ്മരണാഞ്ജലി അർപ്പിച്ചാണ് തന്റെ പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഈ തൃശ്ശൂരിൽ നിന്ന് യാത്രയ്ക്ക് ശേഷം കോട്ടയത്തെത്തി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും പുഷ്പാർച്ചനയടക്കം നടത്തി സ്മൃതി മണ്ഡപത്തിലെത്തി പ്രാർത്ഥിച്ച ശേഷമായിരിക്കും തങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ് പുതിയ നേതൃത്വനിരയിലെ എല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നത്. സണ്ണി ജോസഫിനൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ എന്നിവരും തൃശ്ശൂരിൽ മുരളി മന്ദിരത്തിൽ എത്തിയിരുന്നു. വലിയ പ്രതികരണങ്ങൾക്കൊന്നും മുതിരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ വീട്ടിലെത്തിയും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയും പ്രാർത്ഥിച്ച ശേഷമായിരിക്കും തിരുവനന്തപുരത്തേക്ക് എത്തുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും കേരളത്തിലെ കോൺഗ്രസിന് പുതിയ ദിശാബോധം നൽകി പുതിയ നേതൃത്വം ചുമതലകൾ ഏറ്റെടുക്കുമ്പോൾ രാഷ്ട്രീയമായും എത്രയേറെ മാറ്റങ്ങൾ കൂടി പ്രതീക്ഷിക്കാം. സംഘടനാപരമായും കോൺഗ്രസിന് ആ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും, പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളതിലാണ് ഇനി ഈ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒന്നും. ശരി ലെവിൻ, അപ്പോൾ സണ്ണി ജോസഫ് നാളെ പുതിയ KPCC അധ്യക്ഷനായി സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ ലെവിൻ K വിജയൻ.